തൃശൂർ നാട്ടികയിലെ ജനതാദൾ യു നേതാവ് PG ദീപക് കൊലപാതക കേസിൽ 5 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ. പ്രതികൾക്ക് ഓരോ ലക്ഷം രൂപ പിഴയും വിധിച്ചു. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, കേസുമായി ബന്ധപ്പെട്ട് 2015 നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് 10 പ്രതികളെയായിരുന്നു വിചാരണ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര പ്രതികളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്? ജനതാദൾ യുവിന്റെ നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായിരുന്ന PG ദീപക് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളായ 5 RSS പ്രവർത്തകർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾക്കാണ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചത്. പ്രതികൾ ഓരോ ലക്ഷം രൂപ പിഴയും അടയ്ക്കാൻ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസിലെ 1 മുതൽ 5 വരെ പ്രതികളായ ഋഷികേഷ്, നിജിൻ, പ്രശാന്ത്, രസന്ത്, ബ്രഷ്നേവ് എന്നിവരെയാണ് ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. BJP RSS പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം. 2015 മാർച്ച് 24-ാം തീയതിയാണ് ദീപക് കൊല്ലപ്പെടുന്നത്. ആകെ 10 പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെ സർക്കാരും ദീപകിന്റെ കുടുംബവും നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒടുവിൽ വിധി പറഞ്ഞിരിക്കുന്നത്. സെഷൻസ് കോടതി കേസിൽ പ്രതികളെ വെറുതെ വിട്ട കേസിലാണ് ഇപ്പോൾ 5 പേർക്ക് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് ദീപകിനെ RSS പ്രവർത്തകർ 2015 കൊലപ്പെടുത്തിയത്. ഈ കേസിൽ 5 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ.